ഹലോ, വെൽക്കം ബാക്ക് ടു സുമൂസ് വ്ലോഗ്. സുമൂസ് വ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൽമാട്ടി സീരീസിലെ 4ാമത്തെ വീഡിയോ ആണ്. മറ്റ് 3 വീഡിയോസും നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്, എൻജോയ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോസും കാണുക. ഇന്ന് നമ്മളുടെ യാത്ര എന്ന് പറയുന്നത് 2 മനോഹരമായ തടാകങ്ങളിലേക്കാണ്. ഒന്ന് കൈൻറ്റി ലേക്ക്, മറ്റൊന്ന് കോൾസായി ലേക്ക്. ഈ 2 തടാകങ്ങളും വളരെ മനോഹരമാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. നമുക്ക് അവിടത്തേക്ക് പോവാം. അവിടുത്തെ സൗന്ദര്യം, പ്രകൃതി സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാം. ഹലോ, അങ്ങനെ നമ്മൾ സാത്തി വില്ലേജിൽ എത്തിയിരിക്കുകയാണ്. സാത്തി വില്ലേജ് എന്ന് പറയും. ഇവിടെ വളരെ മനോഹരമായ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് വന്നത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ നല്ല ഫുള്ള് പച്ചപ്പ്, നല്ല ക്ലൗഡ്, ഒരുപാട് നല്ല സ്കൈ സീൻസൊക്കെ കിട്ടി. വരുന്ന വഴിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ക്ലൗഡ് ഉണ്ട്, മഴക്കുള്ള സാധ്യതകൾ ഇതൊക്കെ കണ്ടു. അതൊക്കെ കണ്ട് നല്ല ചെറിയ തണുപ്പുണ്ട്, നല്ല തണുത്ത കാറ്റ് തന്നെയാണ്. AC ഒക്കെ ഓഫാക്കി വിൻഡൊക്കെ താത്തിട്ടിട്ട് ആ തണുപ്പ് ആസ്വദിച്ച്, ആ കാറ്റ് ആസ്വദിച്ച് വരാൻ നല്ല രസമാണ്. ഈ സാത്തി വില്ലേജിൽ വന്നിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഓഫ് റോഡാണ്. 10 കിലോമീറ്റേഴ്സ് എന്തോ ഓഫ് റോഡ് ഉണ്ട്. നമ്മളിവിടുന്ന് വണ്ടി റെൻറ്റിന് എടുത്തിട്ട് ആ ഓഫ് റോഡ് പോകണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ വില്ലേജിൽ കുറേ മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ആ കാഴ്ചകളിലേക്ക് പോകാം. ഈ വണ്ടിയിലാണ് ഇപ്പം നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഈ വണ്ടി കാണുമ്പോൾ തന്നെ ചില ആൾക്കൊക്കെ പേടി വന്നിട്ടുണ്ട്. ആളാരാണെന്ന് ഞാൻ പറയുന്നില്ല, വേണമെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. ഇതാണ് നമ്മൾ പോകേണ്ട വണ്ടി. നല്ല കുലുക്കം ഉണ്ടാവും ഓഫ് റോഡും കൂടി ആകുമ്പോൾ. ഇപ്പം കുലുക്ക യാത്ര ആരംഭിക്കുകയാണ്. നല്ല കുലുക്കാണ്. ഈ മനുഷ്യൻ ഇത് പിടിക്കാൻ പോലും ഒന്നും ഇല്ലല്ലോ ഇവിടെ. വണ്ടിയുടെ കോലം കാണുന്നില്ലേ? ഒരുമാതിരി കുതിരകളെ കൊണ്ടുവന്ന പോലത്തെ വണ്ടിയാണ്. അത്രേ ഉള്ളൂ. ഒരു ചെറിയൊരു കുഷ്യൻ ഉണ്ടെന്നുള്ളൂ ഇതിന്, വേറൊന്നുമില്ല. ഇപ്പൊ ഓഫ് റോഡ് ആയില്ല കേട്ടോ. ഓഫ് റോഡ് കേറുമ്പോ വിവരം അറിയും. വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, കാരണം ഭയങ്കര കുലുക്കായോണ്ട്. ഫുള്ള് അവിടെ എത്തുമ്പോഴേക്ക് ഡിസ്ക് പോകുന്ന ലക്ഷണമാണ്. വീണ്ടും ഒരു വാതി ക്രോസ് ചെയ്യാന്ന്. ഈ മനുഷ്യനോട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞാണ് മെല്ലെ എടുക്കണം, ഇതിനകത്ത് ഒരാൾക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അയാളുടെ മെല്ലെ എടുക്കൽ ഇങ്ങനെയാണ്. അപ്പൊ സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇവിടെ എത്തുമ്പോ ഒരു എൻട്രി ഫീ കൊടുക്കാനുണ്ട്. എത്രയാന്നുള്ളത് മിന്നാജ് വന്നാൽ ചോദിക്കാം. എൻട്രി ഫീ എത്ര വരുന്നത്? 3000 ടെങ്കിയാണ് എൻട്രി ഫീ. ഈ ഇവിടുത്തെ ടെങ്കിയുടെ കണക്ക് പറയുകയാണെങ്കിൽ 1000 ടെങ്കി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒമാനിൽ 750 പൈസയാണ്, ഓർ 800 പൈസ എന്നൊക്കെ പറയാം.
നമ്മൾ ഇവിടുത്തെ ഒരു വണ്ടി ട്രക്ക് ഇവിടത്തേക്ക് വരെ വരുള്ളൂ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് പിന്നെ 2 ഓപ്ഷനാണുള്ളത്. 2 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ആ ദൂരെ കൂടി കാണുന്ന വഴിയിലൂടെ നടന്ന് മേലേക്ക് കയറുക എന്നുള്ളതാണ്. അടുത്ത ഓപ്ഷൻ അവിടെ ഹോഴ്സ് റൈഡിംഗ് ആണ്, കുതിര സവാരി. ആ കുതിരയിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ എത്തിക്കാറ്, അതിന് വേറെ ചാർജ് ചെയ്യുന്നുണ്ട്. 3rd ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വേറൊരു വണ്ടി, ഓഫ് റോഡ് വണ്ടി പിടിച്ചിട്ട് മേലിലേക്ക് കൊണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, അതിനനുസരിച്ച് അങ്ങോട്ട് പോകാമെന്നാണ്. ഹോഴ്സ് റൈഡിനുള്ള കുതിരകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു ആവശ്യമുള്ള ചൂസ് ചെയ്യാം. അപ്പോൾ ആ കുതിരയുടെ ഒരാൾ കൂടെ വരും, പക്ഷേ പിടിക്കൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. കുതിര ഒറ്റക്കാണ് നടക്കുന്നത്. അപ്പോൾ നമുക്കാർക്കും അത്ര ഒരു ധൈര്യമില്ല, വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് കുതിര സവാരി വേണ്ടെന്ന് വെച്ചു, നടക്കാൻ തീരുമാനിച്ചു. നോക്കാം നടന്നിട്ട് എന്താവും എന്നുള്ളത്. ഈ ഒരു പാലം ക്രോസ് ചെയ്യാൻ എല്ലാവരും പേടിക്കുന്നത്. ചരിഞ്ഞ് വീണേനെ. അതിമനോഹരം കേട്ടോ, പ്രകൃതി ഭംഗി എന്നൊക്കെ പറയുന്ന ഇതാണ്. നല്ല തണുത്ത കാറ്റും കൂടെയുണ്ട്. നടന്ന് പോകാനുള്ള വഴി തൽക്കാലം അവർ ക്ലോസ് ചെയ്തിട്ടിരിക്കാം. പക്ഷെ ഒരു കുതിര സവാരിക്കാരൻ നമ്മളെ കൂടെ തന്നെ വന്നിട്ട് പറഞ്ഞു അതിൽ നടന്നു പോകാൻ പാടില്ലാന്ന്. മിന്നാജ് പറഞ്ഞ ഇതിലൂടെ നടക്കുകയാണെങ്കിൽ വെറും 10-15 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും. ഇപ്പം കുതിര പോകുന്നത് ഒരു കുന്നിൻ മുകളിലൂടെയാണ്, അതിലേ നടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊന്നും എത്തില്ല. പിന്നെ അടുത്ത ഓപ്ഷൻ ടാക്സി, അത് വേറൊരു വഴിയാണ്. അതും ടാക്സിയിൽ പോയി ഇറക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് പിന്നെയും നടക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നടന്നു പോകാനുള്ള വഴി നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും ടാക്സിയിൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് കുതിര സവാരി. ഇതുപോലെ കുതിരേൻ്റെ മേലെ ഇരിക്കുക, അതിൻ്റെ മുകളിലേക്ക് അവർ എത്തിച്ചു തരും. കൂടെ ആളൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് പോകണം. പക്ഷേ കുതിരകളൊക്കെ ഒരുമിച്ച് കെട്ടിയിട്ടിട്ട് കാണുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരാൾ അതിൻ്റെ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഫ്രണ്ടിൽ ഒരാൾ കയറി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് വീണ്ടും വേറൊരു വാനിൽ കയറ്റം കയറുകയാണ്, ഓഫ് റോഡ്. ഒരു ചാർജ് ചെയ്ത് വെച്ചാൽ പിന്നെ അപ്പ് ആൻഡ് ഡൗൺ 1000 ടെങ്കയാണ്, 1 വേ ആണെങ്കിൽ 500. ഹോഴ്സ് റൈഡിങ്ങിന് നല്ല ചാർജ് ഉണ്ട്. അവർ 1 സൈഡ് മാത്രം 3000 ടെങ്ക വാങ്ങും. വണ്ടി ഇവിടത്തേക്ക് വരെ വരുള്ളൂ. ഇവിടെ വണ്ടി നിർത്തിയിട്ട് ഇനി കുറച്ചും കൂടെ നടക്കാനുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ബാക്കിലൊരു മൗണ്ടനിൽ സ്നോ വീണ് കിടക്കുന്നത് കാണാം. നല്ല ക്ലൗഡി ആയിട്ട്. അങ്ങനെ ഒരു ഓഫ് റോഡ് നടത്തവും കഴിഞ്ഞു. താഴേക്ക് കുത്തുള്ള ഇറക്കായിരുന്നു. അതെടുത്തിട്ട് ഇങ്ങനെ ഒരു സ്പേസിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത ഞാൻ കാണുന്നത് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറാണ്. നല്ല ഗ്രീനിഷാണ് വെള്ളം. ഇവിടെ ഒരു പരിപാടി ഉണ്ട്. ഈഗിളല്ലേ ഇത്? ഫാൽക്കൺ. ഫാൽക്കൺ നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഹാറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതിന് നമ്മൾ പേയ്മെൻറ്റ് നടത്തണം.
അപ്പൊ ഛർദിച്ചതാണ് ഇവിടെ കാണുന്നേ. അതിനെന്താ പറയല്? അതിനെന്താ പറയല്? അല്ല വേറെന്തോ ബാക്കിലെ മൂട് എന്ന് പറഞ്ഞ വായത്. മൂടിന് പല അർത്ഥങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ മാറും. നമ്മള് കണ്ണൂർക്ക് മൂടിതാ, നമുക്കിത് മൂട് മൂട് നോക്കാനൊക്കെ പറയൂലേ. ഓക്കെ വാ, കുറെ ആള് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കയ്യിൽ കോരി വെച്ച കുറച്ച്, കയ്യിൽ കോരി വെച്ച മോൻ കഴുക മയ. ഓക്കെ നിറക്ക്, വെള്ളം നിറക്കില്ല. നല്ല ഫ്രീസാകുന്ന വെള്ളം കേട്ടോ. വെറും കാച്ചറ വെള്ളമാണ് ഈ കോരി കളിക്കുന്നത്. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ, അടിപൊളി. ഇവിടെ വന്ന് ഇരുന്ന് കഴിഞ്ഞാലൊന്ന് തിരിച്ചു പോകാൻ തോന്നില്ല. അത്രയും നല്ല കാലാവസ്ഥയും അത്രയും നല്ല പ്രകൃതി ഭംഗി. ആ ചിരി എടുക്ക, ആ ചിരി. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന കൈൻഡ് ലേക്ക് എന്നാണ് പറയുന്നത് ഈ ഏരിയനെ, ഈ സ്ഥലത്തിന്. സാറ്റി വില്ലേജിൽ പോയി അവിടെ നിന്ന് നമ്മൾ ഓഫ് റോഡ് വണ്ടിയെടുത്ത് വന്നു. അവിടെ ഇറങ്ങി പിന്നീട് വീണ്ടും ഒരു ഓഫ് റോഡ് വണ്ടിയെടുത്ത് വന്ന് പിന്നെ അവിടെ ഇറങ്ങിയിട്ട് താഴേക്ക് കുത്തനെ ഇറക്കമുണ്ട്, അത് നടന്ന് ഇറങ്ങണം. ഇറങ്ങിയതിന് ശേഷമാണ് ഈ കൈൻഡ് ലേക്കിലെത്തുന്നത്. കൈൻഡ് ലേക്കിൻ്റെ വ്യൂ എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. നിങ്ങൾക്കെല്ലാം കാണാൻ പറ്റുന്നത് പോലെ ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. നല്ല ഗ്രീനിഷാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കളറ്. എല്ലാം പ്രകൃതി രമണീയം. എന്താ പറയണ്ടേ, ഒരു സ്ഥലത്ത് ഒരു ലൊക്കേഷനിൽ പോയാലും നമുക്ക് തിരിച്ചു പോകണമെന്ന് തോന്നില്ല. ഒന്നാമത് കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകണമെന്ന് തോന്നുകയും ചെയ്യില്ല. അപ്പോൾ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. കാറ്റം കയറാൻ വയ്യ, ഇങ്ങനെയുള്ള കാറ്റാണ്. എനിക്ക് മുന്നേ കയറിയ ആൾ സൈഡായിട്ട് അപ്പുറം ഇപ്പുറം നിൽക്കുന്നുണ്ട്. നടന്ന് അവശരായി. പാതി വഴിയിൽ ആരോ ഒരു സ്നേഹസമ്പന്നതയോടുകൂടി ഒരു ബെഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അവിടെ കയറിയിരിക്കുകയാണ്. ഇത്രയും ബുദ്ധിമുട്ട് ഇറങ്ങുമ്പോൾ തോന്നിയിട്ടില്ല. എല്ലാവരും സൈഡായിട്ടുള്ള വയ്യാ പോകുന്ന ആളുടെ ആവേശം കണ്ടോ, നല്ല ആവേശത്തിലാണ് പോകുന്നത്. തിരിച്ചു വരുമ്പോൾ കഴിയാം എന്താണ് അവസ്ഥ എന്നുള്ളത്. കഷ്ടപ്പാടുകൾ നിറഞ്ഞ കയറ്റം കയറി മേലെ എത്തി. ഇവിടെ ഇപ്പോൾ നമ്മുടെ വണ്ടിയുണ്ട് വെയിറ്റ് ചെയ്യുന്ന. വണ്ടിയിൽ താഴേക്ക് പോയി അവിടെ നിന്ന് അടുത്ത വണ്ടി കയറി നമ്മളുടെ ടാക്സി ഉണ്ട്, നമ്മൾ വന്ന് അവിടത്തേക്ക് പോകണം. അവിടെ നിന്ന് നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകും. ഈ കുലുക്ക് സർബത്ത് പോലെ കുലുക്കിയിട്ടുള്ള യാത്രയും കഴിഞ്ഞ് നമ്മൾ താഴെ എത്തി. 1, 2 ഓഫ് റോഡ് വണ്ടികൾ യാത്ര കഴിഞ്ഞ് താഴെ എത്തി. നമ്മൾ വന്ന വണ്ടി അവിടെ കിടപ്പുണ്ട്. ഇനി അതിൽ കയറിയിട്ട് വേണം നമുക്ക് കോൾസേ ലേക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ യാത്രയുടെ തയ്യാറെടുപ്പിലാണ്. അവിടുത്തെ വാർത്തകളും വിശേഷങ്ങളും അവിടെ കാണാം.
ഹലോ, കോൾസേ ലേക്കിലേക്ക് എത്തി നമ്മൾ. അതിൻ്റെ പാർക്കിങ്ങിലാണ് ഉള്ളത്. ബാക്ക് സൈഡിൽ നല്ല ബാക്ക്ഗ്രൗണ്ട്, പ്രകൃതി രമണീയം തന്നെയാണ്. എവിടെ നോക്കിയാലും പച്ചപ്പിൻ്റെ ഒരു സൗന്ദര്യം തന്നെയാണ് കാണാനുള്ളത്. ഇവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടതിന് ശേഷം ഒന്നുകിൽ നടന്നു പോവാം, അതല്ലെങ്കിൽ ടാക്സി പിടിച്ച് പോവാം. എത്രയാണ് ദൂരമുള്ളതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. മിൻഹാജ്, നമ്മൾ കൂടുതലുള്ള മിൻഹാജ് ഒന്ന് ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. അവർ വന്നതിന് ശേഷം ടാക്സി അറേഞ്ച് ചെയ്തിട്ട് ലേക്കിൻ്റെ ഭാഗത്തേക്ക് പോകാം. കാരണം എല്ലാവരും ഒരുപാട് നടന്നിട്ട് നല്ല ടയർഡാണ്. അപ്പോൾ എന്തായാലും ടാക്സി പിടിച്ച് പോകാൻ തന്നെയാണ് പ്ലാന്. അവിടെ എത്തിയതിന് ശേഷം ലേക്കിൻ്റെ സൗന്ദര്യവും മറ്റു കാര്യങ്ങളും നമുക്ക് അവിടെ കാണാം. ആ മൗണ്ടൻ്റെ മേലേക്ക് ഒരു വീട് പോലെ കാണുന്നുണ്ട്. എങ്ങനെയാണോ അവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ എങ്ങനെ അവിടെ എത്തിച്ചേരുന്നുള്ളതാണ്. ഇതാണ് കോൾസേ ലേക്ക്. ഇനി താഴേക്ക് ഇറങ്ങാനുണ്ട്. ആയിട്ടൊന്ന് വണ്ടിയിൽ താഴേക്ക് പോകണം, ഇല്ലെങ്കിൽ പഴയ പോലെ സ്റ്റെയറാണ്. ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങാനും കയറാനും ഉണ്ട്. തൊട്ട് സൈഡിലൂടെ ഒരു ഓഫ് റോഡും ഉണ്ട്. അപ്പോൾ വണ്ടിയിൽ പോയാൽ നമ്മളവിടെ താഴെ എത്തിക്കാറുണ്ട്. കോൾസായ ലേക്കിൻ്റെ സൗന്ദര്യം നിങ്ങൾക്ക് ആസ്വദിക്കാം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിന് മുന്നേ പോയ 2 സ്ഥലങ്ങളിലും ഇതേപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. ആ ലേക്കിൻ്റെ സൗന്ദര്യവും അതിന് ചുറ്റുപാടുള്ള പച്ചപ്പുകളും നമ്മളുടെ ആ മരങ്ങളൊക്കെ കണ്ടല്ലോ, അതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇവിടെ ഇങ്ങനെ ചില്ലൗട്ട് ചെയ്തിരിക്കാൻ പറ്റും. ഇവിടുത്തെ ഇപ്പോൾ തണുപ്പും കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അടുത്തൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ മലയിടുക്കിൻ്റെ സൈഡിലൂടെ നടന്നു പോകാനൊരു പാത്തുണ്ട്. പോയി കഴിഞ്ഞാൽ അപ്പുറത്തെ എൻഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ബോട്ടിംഗ് ഉണ്ട്, ബോട്ട് സർവീസ് ഉണ്ട്. അതുകൂടാണ്ട് അവിടെ കഫേ ഉണ്ട്. നമുക്ക് ഈ ലേക്കിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിരുന്നിട്ട് കഫേയിൽ നിന്ന് കോഫിയൊക്കെ കുടിക്കാൻ പറ്റും. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പേര് പറ? ചിക്കൻ കസാൻ കബ കബ എന്ന് പറഞ്ഞാൽ സാധനം. പേരൊന്നും മനസ്സിലാക്കില്ല. ചിക്കനാണ് ഇതിനകത്തുള്ളത്. പിന്നെ എല്ലാവരുടെ മുന്നിലൊരു ബൗളും കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ടീ ആണെന്ന് പറയുന്നത് കേട്ടോ. എന്താ ടീന്റെ പേര്? ഓ, ഇതും വായിൽ നിൽക്കില്ല. ഞാൻ പറയുന്നില്ല, ഞാൻ നിർത്തി. അതൊന്നും കൂടി കട്ടി ആവാനുണ്ടെന്നാ പറയുന്നത്. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു സാധനം ഞാൻ ചൈനയിൽ നിന്ന് കുടിച്ചായിട്ട് ഓർക്കുന്നു. ഒരുപാട് സാധനങ്ങൾ നിറച്ച് വെച്ചിട്ട്. ഇതൊരു ഫസ്റ്റ് സ്റ്റാർട്ടറാണ്. ഇനിയും സാധനങ്ങൾ കുറെ വരാനുണ്ട്. ഇതും എന്നുള്ളൊരു പേരിലുള്ള സാധനമാണ്. അപ്പം 2 ഐറ്റം വന്നു. ഇനി വരാനുള്ളത് ബ്രോസ്റ്റഡ് ചിക്കൻ ആണ്. ചായ ഒന്നുകൂടി പറഞ്ഞ പേര്? കുടിക്കാൻ പോകട്ടെ. ഇത് നമ്മുടെ സുലൈമാനി പോലത്തെ ഒരു സാധനമാണ്. പക്ഷെ അത്ര കട്ടിയൊന്നും ഇല്ല കേട്ടോ. ഒരു നേരത്തെ ഷുഗർ, സ്വീറ്റ്, പിന്നെ അതിൽ ഒരുപാട് മസാലകൾ പോലത്തെ സാധനം കിട്ടിയിരുന്നു. പക്ഷെ അതൊന്നും അത്രയൊന്നും നമുക്ക് ഇത് ഫീൽ ചെയ്യുന്നില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ള സാധനം, നല്ല രസമുണ്ട് കുടിക്കാൻ. ഇതിൽ ഷുഗർ ഇടേണ്ട ആവശ്യമില്ല ഫാത്തിമ. ചെറുതായിട്ട് നെക്സ്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട് ബ്രോസ്റ്റഡ് ചിക്കൻ. പക്ഷെ കാണാൻ ഒരു വലിയ സുഖം കാണുന്നില്ല.
കഴിക്കാൻ എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുള്ളാ കഴിക്കാൻ. ഭയങ്കര ഓയിലിയാ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല അടിപൊളി ദിവസമായിരുന്നു. നമ്മളെ ഗൈഡ് ചെയ്തത് മിൻഹാജിക്കാണ്. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പറഞ്ഞു തരികയും നമ്മളെ എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യുകയൊക്കെ ചെയ്യിച്ചത് മിൻഹാജിക്ക് തന്നെയായിരുന്നു. നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. നമ്മൾ അൽമാട്ടിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തെ സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഈ ദിവസം മറക്കൂല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും വളരെ നന്നായിട്ട് പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും വീഡിയോസ് വരാനുണ്ട്. എല്ലാവരും വീഡിയോസൊക്കെ കാണുക, നന്നായി സപ്പോർട്ട് ചെയ്യുക. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യണ്ട. അവളുടെ സ്റ്റൈൽ അതാണ് കേട്ടോ. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.